ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളുടെ കളറ് നമുക്ക് വർദ്ധിപ്പിക്കാം, ഡ്രസ്സിലൂടെ എങ്ങനെ നമ്മളുടെ കളറ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളിപ്പം സാധാരണഗതിയിൽ ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഫെയർ ആയിട്ടുള്ള 3 ടൈപ്പാണ് നമ്മൾ ജനറലി സ്കിൻ ടൂണ് പറയാം. ഒന്ന് ഫെയർ കളറുള്ളവർ, 2 ഒരു ഇരുനിറം ഡസ്കി മീഡിയം സ്കിൻ ടൂണ്, 3 ഡാർക്ക് സ്കിൻ ടൂണ്. ഈ ഒരു 3 ലെവലാണ് നമ്മൾ പൊതുവെ കളറ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫെയർ ആയിട്ടുള്ള ആളുകളത് നമുക്ക് ആ കാറ്റഗറി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാം അവർക്ക് ഏത് കളർ ഇട്ടാലും അവർക്ക് ചേരുന്നതായിരിക്കും. പിന്നെ അതിലായാലും ഒരു ടൈപ്പ് എനിക്ക് പറയാനുണ്ട്. ചിലർക്ക് നല്ല കളറുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഡാർക്ക് കളേഴ്സ് ഇട്ടാലും, ചിലർക്ക് അങ്ങനെ നല്ല കളേഴ്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പം അവർക്കും ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം അവരുടെ സ്കിൻ ടെക്സ്ചറിൻ്റെ റീസൺ ആണത്. ഇപ്പോൾ നല്ല കളറുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഡാർക്ക് കളേഴ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പറ്റ ലൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ പോലുള്ള കളേഴ്സ് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്കൊന്ന് ഡള്ളായിട്ട് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്കിൻ വെളിച്ചമില്ല, അതായത് ഉണർവില്ലാത്തതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പം നിങ്ങൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ സ്കിൻ കെയർ നിങ്ങളുടെ ഫേസിന് ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് നമ്മൾ വെള്ളം കൂടി കുറവ് അങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. രണ്ടാമത്തൊരിത് നമുക്ക് അത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഡസ്കി അതായത് ഇരുനിറമുള്ള ആളുകളും ഡാർക്ക് സ്കിൻ ടൂണുള്ള ആളുകളാണ് നമ്മൾ കൂടുതലായിട്ട് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് എക്സ്പേർട്ടായിട്ട് പറയാനൊന്നും അറിയില്ല, എന്നാലും പറയാം. ഇപ്പം ഡസ്കി മീഡിയം സ്കിൻ ടൂൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നല്ല കളറുള്ള ഒരാളും അല്ല എന്ന് വെച്ച് ഡാർക്കും അല്ല, പക്ഷെ ഇരുനിറവും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഡസ്കി മീഡിയം സ്കിൻ ടൂണുകാർ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ന്യൂഡ് ഡാർക്ക് കളേഴ്സ്, ന്യൂഡിൽ വരുന്ന ഡാർക്ക് കളേഴ്സ് അല്ലെ ന്യൂഡ് കളേഴ്സിൽ വരുന്ന മീഡിയം ഷെയ്ഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി റിയലി ഓസം ഫോർ യു. നിങ്ങളുടെ കളറിന് ഒന്നും കൂടെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ, നമ്മൾ ചില മെറ്റീരിയൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ വരുന്ന ഷോളുണ്ട്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഒന്നായിട്ടുണ്ട് മൂടി നിൽക്കുന്ന ടൈപ്പ്, അതായത് കോട്ടൺ അല്ല ഓർഗൻസ അല്ല വേറൊരു ടൈപ്പിൽ നമുക്ക് വരുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. ചില ക്ലോത്തുകൾ നമ്മളിടുമ്പം ഒരു മാതിരി നമുക്കിങ്ങനെ കവറിങ് മെറ്റീരിയൽ പറയാൻ അറിയില്ല. നമുക്ക് ഏറ്റവും ചേരുന്നത് ഒന്നുകിൽ കോട്ടൺ തുണികൾ നമ്മൾ ഇടുന്ന സമയത്ത്, മീഡിയം സ്കിൻ ടൂണുകാർ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ചതിങ്ങനെ ഒരു വിടർന്നിങ്ങനെ നിൽക്കും. ആ ഒരു ഇപ്പം ഇത് ഒരു വിടർന്ന് നിൽക്കുന്ന ടൈപ്പ് ഷോളാണ്. ഇത് ഞാൻ നോർമൽ രീതിയിൽ തലയിലിടുന്ന സമയത്ത് എനിക്കതിങ്ങനെ നല്ലൊരു ഭംഗിയിൽ എനിക്ക് വിടർന്ന് ഇങ്ങോട്ട് നിൽക്കും ഇങ്ങനെ. അതായത് ഞാൻ മുടി ഇതും കാണിക്കുക എന്നല്ല പറയുന്നത്, ഓർഗൻസ ഇതുപോലത്തെ മെറ്റീരിയൽ അതുപോലെ തന്നെ കോട്ടൺ ടൈപ്പൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് ഡാർക്ക് കളേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഡാർക്ക് കളേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ഡാർക്ക് കളേഴ്സ് നിങ്ങൾക്ക് ചേരുന്നുണ്ടാവില്ല. ഡാർക്കിൽ ഡള്ളായിട്ട് വരുന്ന ഡാർക്ക് കളേഴ്സ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. പക്ഷെ നല്ല എടുപ്പുള്ള ഡാർക്ക് കളേഴ്സ് ഉണ്ടല്ലോ, നല്ല എന്താ പറയുക ജെറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അതേ സ്ഥാനത്ത് നിങ്ങൾ കുറച്ച് ഡള്ളായിട്ട് തോന്നുന്ന ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു സോഫയുടെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്കാണ് പക്ഷെ കുറച്ച് ഡള്ളാണ്, ഇതുപോലുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് സ്കിൻ എടുത്ത് കാണിക്കും. പിന്നെ വരുന്ന ഡാർക്ക് സ്കിൻ ടൂണുകാർ, അവർ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ന്യൂഡിൽ വരുന്ന കുറച്ച് ഡാർക്ക് കളേഴ്സ്. അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യുമ്പം എപ്പോഴും കുറച്ചൊരു എന്താ പറയുക ഡാർക്കിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ന്യൂഡ് കളേഴ്സ് പോലുള്ള തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർക്കും മെറ്റീരിയൽ ഭംഗി ഉണ്ടാവുക കോട്ടണിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് ഭംഗി കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും പക്ഷേ എനിക്ക് ഓർഗൻസയിലുള്ള മെറ്റീരിയൽ ഇടാൻ ഇഷ്ടമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇട്ടോളൂ, നമ്മൾ ഡ്രസ്സ് നമ്മളുടെ കംഫർട്ടബിളാണ്. പക്ഷെ ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതും എൻ്റെ പേഴ്സണലി ഞാനൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കളേഴ്സും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊന്നും കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഡസ്കി സ്കിൻ ടൂണർക്ക് അതേമാതിരി എൻ്റെ ഈ കളറുള്ള ഒരാൾ എന്താണ് ഒരു യെല്ലോ ഷെയ്ഡ്, ഇപ്പോൾ നമ്മളുടെ ബഷീറുടെ വൈഫ് സുഹാന, അവരുടെ ഒരു സ്കിൻ ടൂൺ നിങ്ങൾക്ക് അറിയായിരിക്കും.
അവർ എപ്പോഴെങ്കിലും ഒരു മസ്റ്റാർഡ് യെല്ലോ, അതായത് ഉദിക്കുന്ന യെല്ലോ അല്ല, മസ്റ്റാർഡ് യെല്ലോ പോലത്തെ കളേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ മസ്റ്റാർഡ് യെല്ലോ ഡാർക്ക് ഷെയ്ഡുകാർക്കും, മസ്റ്റാർഡ് യെല്ലോൻ്റെ ഒരു ഷെയ്ഡ് ഡാർക്ക് നല്ല ഡാർക്ക് ഉള്ളവർക്കും ചേരും. ഈ ഡസ്കി സ്കിൻ നമ്മൾ അങ്ങനെ വേണം. അപ്പം ഞാനൊരു യെല്ലോയിൽ ഷെയ്ഡ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു മിനിറ്റ്, ഈ കാണുന്ന യെല്ലോ ഉണ്ടല്ലോ, ഈ യെല്ലോ നല്ല കളറുള്ളവർക്കായിരിക്കും, ഫെയർ ഉള്ളവർക്കായിരിക്കും ചേരുക. പക്ഷേ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കണ്ടോ നിങ്ങൾ, ഇത്രയും ഇതാണിപ്പോൾ ഞാൻ നെറ്റിലെടുത്ത് പറയുന്നത് ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഈ യെല്ലോ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ളവർക്കും ചേരും, ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരും. അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കണ്ടോ നിങ്ങൾ, ഇത് അതിനേക്കാളും കുറച്ച് ലൈറ്റ് ന്യൂഡ് മസ്റ്റാർഡ് കളേഴ്സൊക്കെ നല്ല പോലെ ഡസ്കി സ്കിൻ ടോണായിരിക്കും ചേരും. അപ്പോൾ അത്രേ ഉള്ളൂ. കളേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, തുണികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ ചില തുണികളുണ്ട്, ഇപ്പോൾ ഹിജാബായിട്ട്, ഇപ്പോൾ ഇതെനിക്ക് കുത്തുമ്പോൾ നല്ല പക്കായിട്ട് ഹിജാബ് എനിക്ക് നിൽക്കുന്നുണ്ട്. ചില ഹിജാബ് ഞാൻ കുത്തുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്കത് ചേരുന്നുണ്ടാവില്ല. പക്ഷേ ഞാനത് ഇടുകയാണ്, എനിക്കിഷ്ടമാണ് ആ ഷോൾ, അപ്പം ഞാൻ ഇടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ധരിക്കുക, ഒരാൾ പറയുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഓക്കെ. അപ്പം ഞാൻ പേഴ്സണലി, കാരണം കുറച്ച് ആളുകൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചില കസ്റ്റമേഴ്സ് എനിക്ക് ഫോട്ടോയ്ക്ക് മാറുക, നീ പറഞ്ഞ് എനിക്ക് കോൺഫിഡൻ്റ് ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുത്തവർ ചോദിക്കും. അപ്പം ഞാൻ ഐ തോട്ട് ലൈക്ക് ഓക്കെ, കുറച്ച് നമുക്കിത് ഷെയർ ചെയ്യാം, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു എക്സ്പേർട്ടായിട്ടോ ഒന്നും ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് ഒരു കാര്യങ്ങൾ, എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടോ, പക്ഷേ വേറെയുള്ള കാര്യങ്ങൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സ്പേർട്ടായിട്ടുള്ള പേഴ്സണലി എനിക്ക് അറിയുന്നതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വരുന്നവരെ, കൂടുതൽ വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.